സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു മസാല ദോശ ഉണ്ടാക്കാം. ഒരു ബീട്രൂട്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇടുക. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ഇതിൻ്റെ കൂടെ മുറിച്ചിടണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും കൂടി മുറിച്ചിടാം. 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. 3 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് നല്ല ചുവന്ന കളറായതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. മൂന്ന് മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വഴന ഇല കൂടി ഇട്ട് കൊടുക്കാം. വേവിച്ചെടുത്ത ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടതുകൊണ്ട് ബീറ്റ്റൂട്ടിൻ്റെ ആ ചുവയുണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വയ്ക്കാം.
ഞങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഹൈ BP ഉള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ നല്ലതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ടിൻ്റെ ഇലയും തോരൻ വെച്ച് കഴിക്കാറുണ്ട്, അതും നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസും 5-8 അണ്ടിപ്പരിപ്പും ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയത് ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫാറ്റി ലിവർ ഉള്ളവർ ഇത് കഴിച്ചാൽ നല്ലതാണ് എന്നും പറയുന്നുണ്ട്. ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇതിലെ വെള്ളം വറ്റി വരണം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ കറി ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് പൊട്ടറ്റോവിനേക്കാൾ നല്ലതാണ്. ബീട്രൂട്ടിൻ്റെ ഒരു ചുവയാണ് എല്ലാവരും ഇതിനെ ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആ ചുവയുണ്ടാവില്ല. ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും പറ്റിയ ഒരു കറിയാണ്.
അതുകൊണ്ട് നിങ്ങൾ ഒരു മസാല ദോശ ചുട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. ഉണ്ടാക്കി കഴിച്ചാലേ ഈ കറിയുടെ ശരിയായ സ്വാദ് നിങ്ങൾ അറിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.